പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലരും പതറിപ്പോകാറുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും രണ്ടാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നവയും അല്ലെങ്കിൽ കടന്നു വരുന്നവയാണ്. പ്രതിസന്ധികൾ ആകസ്മികങ്ങളാണ്. പ്രശ്നങ്ങളെ നേരിടുന്ന രീതിയിലല്ല പ്രതിസന്ധികൾ. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്, പ്രതിസന്ധികളെ തരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ് കാണുന്നത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലരും പേടിച്ച് പിന്മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് മറ്റു ചിലരാവട്ടെ എളുപ്പ വഴികൾ തേടിപ്പോകാറുണ്ട്. എളുപ്പ വഴികളാണ് കുറുക്കു വഴികൾ. അതിനൊരു മന്ത്രവാദിയെ കണ്ടത്, ഇത് മന്ത്രവാദം ചെയ്തതാണ് എന്നൊക്കെ ചിന്തിച്ചു. ഇപ്പം മന്ത്രവാദം കൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റില്ല. അതൊക്കെ കേവലം വിശ്വാസങ്ങളോ അല്ല, അന്ധവിശ്വാസങ്ങളോ ആണ്. പ്രശ്നപരിഹാരം കുറുക്കു വഴികളില്ല, നേരായ വഴികളാണ്. അവ സമീപിക്കുക, അവയെ കണ്ടെത്തുക. പരിഹാര മാർഗങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എളുപ്പ വഴികൾ തേടിപ്പോയാൽ നിങ്ങൾ എളുപ്പ വഴിയിൽ പണക്കാരനാവാം എന്നൊരാൾ കൊടുത്ത പരസ്യം പോലെ ആയിപ്പോകും. എളുപ്പ വഴിയിൽ എങ്ങനെ പണക്കാരനാകാം എന്നൊരു പരസ്യം ഒരാൾ മാധ്യമങ്ങളിൽ കൊടുത്തു. അത് കണ്ടു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എളുപ്പം പണക്കാരനായിരിക്കും. തീർച്ചയാണ്, ഞാൻ അതിനുള്ള വിദ്യകൾ ഉപദേശിക്കാം. 1000 രൂപ അയച്ചു തരിക. അപ്പോൾ പലരും ഇത് കണ്ടു. എളുപ്പം പണക്കാരനാകാൻ ചിന്തിച്ചിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരൊക്കെ പണം അയച്ചു. 1000 രൂപയല്ലേ പോയാൽ അടിയിലൊരു വാചകവും അദ്ദേഹം കൊടുത്തിരുന്നു. വിദ്യ നിങ്ങൾക്ക് കൈമാറിയില്ലെങ്കിൽ ആ 1000 രൂപ തിരിച്ചു തരും. അപ്പോൾ പലരും ചിന്തിച്ചു, 1000 രൂപയല്ലേ, അത് പോകട്ടെ, അങ്ങനെ എന്തായാലും എളുപ്പത്തിൽ പണക്കാരനാകാം. അങ്ങനെ 1000 രൂപ വെച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പേരിൽ നിന്നും ഈ പണം കിട്ടി. എന്നാൽ ഒരാൾക്ക് പോലും തിരിച്ച് ഈ വിദ്യ ഉപദേശിച്ചു കൊടുത്തില്ല. അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പണക്കാരനാകുന്നതെന്ന് ആർക്കും ഒരു വിവരവും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ കുറേ ആളുകൾ വിചാരിച്ചു, ഇയാളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവർ സംഘടിച്ച് കുറേ പേർ ചെന്നു. അയാളുടെ വീട്ടിൽ ചെന്ന് കണ്ടു. അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരാൾ അയാളെ മർദ്ദിക്കാൻ വരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ ചെയ്ത എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് എളുപ്പ പണക്കാരനാകാനുള്ള വിദ്യ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരാം, അങ്ങനെയല്ലേ ഞങ്ങൾ പണം അടക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനെങ്ങനെ പണക്കാരനായി? അതായത് നിങ്ങൾക്ക് പണക്കാരനാകാൻ ഉള്ള വിദ്യ പറഞ്ഞു തരാം. ഞാനൊരു പരസ്യം കൊടുത്തതേ ഉള്ളൂ. 1000 രൂപ വെച്ച് 5000 പേരാണ് അയച്ചത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് 50 ലക്ഷം രൂപ കിട്ടി. ഇത് തന്നെയാണ് പണക്കാരനാകാനുള്ള എളുപ്പവിദ്യ. അതാണ് ഞാൻ പ്രയോഗിച്ചത്. ഇത് തന്നെയാണ് പ്രശ്നപരിഹാരങ്ങൾക്ക്. എളുപ്പ വഴികളില്ല, നേരായ വഴികളില്ല.